നമ്മൾ പലതരത്തിലും ഉള്ള വീഡിയോസും പ്രസംഗങ്ങളും മറ്റൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പം അതിലൊക്കെ പലയിടങ്ങളിലായിട്ട് പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, ഈ ലോകത്ത് ഒരു ജീവിതമേ ഉള്ളൂ. അവനവൻ്റെ സുഖവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം, ഹാപ്പി ആയിട്ട് ജീവിക്കുക, സന്തോഷത്തോടു കൂടി ജീവിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണോ അത് ചെയ്യാം. കേട്ടിട്ടില്ലേ? പലയിടങ്ങളിലായിട്ട് തലങ്ങും വിലങ്ങും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകളിലും പ്രസംഗങ്ങളിലും ചെറിയ ചെറിയ ഷോർട്സിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കിഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല സന്തോഷം തോന്നും. ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാലോ. നമുക്കിഷ്ടമുള്ളത് എന്താണോ അത് ചെയ്തു കഴിഞ്ഞാലേ നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറുള്ളൂ, സ്ട്രെസ്സൊക്കെ കുറയുള്ളൂ, മൈൻഡ് റിലാക്സ് ആവുള്ളൂ. അതുകൊണ്ട് ഇഷ്ടം പോലെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടമുള്ളപ്പോൾ എന്തൊക്കെ ഉണ്ടാവും അല്ലേ? ഈ ഉപദേശം ഇങ്ങനെ പുതിയ തലമുറക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എല്ലാം ചെയ്യാൻ പറ്റുമോ? ഇഷ്ടം എല്ലാം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ മതം ഈ പരിശുദ്ധ ഖുർആനെയും നബിചര്യയെയും അതിനുശേഷം വന്നിട്ടുള്ള സ്വഹീഹായ ഹദീസുകളെയൊക്കെ ചിട്ടപ്പെടുത്തിയിട്ട് ഒരു ഫ്രെയിം, ഒരു അതിരും വരമ്പും ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൊണ്ടു കിടക്കുന്ന കുറേ സന്തോഷങ്ങളുണ്ട്, കുറേ ഇഷ്ടങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ആവാം. അതിനപ്പുറത്തേക്ക് ആ ഫ്രെയിമിനെ ഒന്ന് പൊളിച്ച് കുറച്ചും കൂടി അപ്പുറത്തേക്ക് മാറ്റിയിട്ട് ചില സന്തോഷങ്ങളെയും ഇഷ്ടങ്ങളെയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ച് കയറ്റുക എന്ന് പറഞ്ഞാൽ അത് ഒരു മുസ്ലിം, ഒരു മനുഷ്യൻ ചെയ്യാൻ പാടുള്ളതല്ല, ഒരു മുസ്ലിം ചെയ്യാൻ പാടുള്ളതല്ല. അവിടെ ആ ഒരു ഫ്രെയിം വർക്കിനെ പൊളിച്ച് വലിച്ചു നീട്ടി അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ച് കയറ്റുക എന്നുള്ള പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന കല്യാണങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ബർത്ത്ഡേ ആഘോഷങ്ങളിലും അതല്ലാത്ത മറ്റു പല ആഘോഷങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ആഘോഷങ്ങളിൽ എന്ന് മാത്രമല്ല, ജീവിതത്തിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസാഹാ. ഇതൊരു അനന്തമായ വെളിച്ചമാണ്. പഠിച്ച് പരീക്ഷ എഴുതിയവർക്കും പാരായണം ചെയ്യുന്നവർക്കും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നടക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ പരിശുദ്ധ ഖുർആൻ്റെ ഈ വെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും എവിടെയോ എപ്പോഴോ ചില സമയങ്ങളിൽ ഈ വെളിച്ചം നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാലചക്രം തിരിയുന്നതിനനുസരിച്ച് എവിടെയാണ് തെറ്റുപറ്റി പോകുന്നത്, ഏത് വഴിക്ക് പോയാലാണ് ശരിയായി മാറുക എന്നുള്ള ഒരു ദിശ കിട്ടാതെ അലയുകയാണ് പുതിയ തലമുറയും. ആശങ്കയിലാണ് അവരുടെ രക്ഷിതാക്കളും, പ്രത്യേകിച്ച് കുടുംബിനികൾ. അത്തരമൊരു സന്ദർഭത്തിലാണ് നമ്മൾ ഇങ്ങനെയൊരു ഇരുത്തം ഇരിക്കുന്നത്. സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള ദുരന്തങ്ങളും മരണവാർത്തകളും ഓരോന്നോരോന്നായി അനുദിനം നമ്മൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആയിട്ടും ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം എന്താണെന്ന് ചിലപ്പോഴൊക്കെ മനുഷ്യരാശി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഇത്തരത്തിലുള്ള ചെയ്തികളെ ക്രൂരമായി വിമർശിക്കുന്ന ആൾക്കൂട്ടം ഒരു ഭാഗത്ത്, ഇത് അല്ല യഥാർത്ഥ ലോകം, വരാനിരിക്കുന്ന ദാറുൽ ആഖിറത്ത്, അന്തിമ ഭവനം, അവിടെ നാം ശാശ്വതരായിരിക്കും എന്നുള്ളൊരു ബോധം ഉൾക്കൊണ്ടുകൊണ്ട് കാണുന്ന അനുഭവിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളെയും ഏറെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ നമുക്കെല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. എന്തായാലും നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഈ മതത്തിൽ ബൈ ചാൻസ് ഓർ ബൈ ചോയ്സ് നമ്മൾ ജനിച്ച് ദീന് പഠിച്ച് പരിശുദ്ധ ഖുർആൻ നെഞ്ചിലേറ്റി ഒന്നുകിൽ അതിൻ്റെ പഠിതാക്കളായിട്ടോ അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നവരായിട്ടോ നമ്മുടെ ജീവിതം നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കൃത്യമായ ചില ദിശാബോധങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കുടുംബത്തിൽ പകർന്നു കൊടുക്കാൻ നമുക്ക് ഏവർക്കും കഴിയേണ്ടതുണ്ട്. അതിരോ വരമ്പോ ചിട്ടയോ ഇല്ലാത്ത രീതിയിൽ ഒരു വലിയ ശൂന്യമായ സംസ്കാരത്തിലേക്ക് മനുഷ്യൻ കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു ഷംസ് നമുക്കറിയാം. അതിൽ ഇപ്രകാരം പറയുന്നുണ്ട്, വനഫ്സിം വമാ സവ്വാഹ, അതിനെ ശരിപ്പെടുത്തിയവൻ തന്നെയാണ് സത്യം, ആത്മാവും അതിനെ ശരിപ്പെടുത്തിയതും തന്നെയാണ് സത്യം.
ആ മഹാശക്തി റബ്ബുൽ ആലമീനായ തമ്പുരാൻ ശേഷം ഇങ്ങനെ പറയുന്നു, ഫ അൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ. എന്നിട്ട് അവൻ അതിൻ്റെ ദുഷ്ടതയും അതിൻ്റെ സൂക്ഷ്മതയും തോന്നിപ്പിച്ചു. ദുഷ്ടത എന്താണെന്നും സൂക്ഷ്മത എന്താണെന്നുമുള്ള ബോധ്യം നൽകി. ഖദ് അഫ്ലഹ മൻ സക്കാഹ, തീർച്ചയായും അതിനെ പരിശുദ്ധമാക്കിയവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ കളങ്കപ്പെടുത്തിയവൻ തീർച്ചയായും നിർഭാഗ്യമടയുകയും ചെയ്തു. നമ്മൾ പഠിക്കുകയും പരീക്ഷ എഴുതുകയും മനനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അന്തസ്സത്ത എന്താണെന്നും ഏത് മാർഗത്തിലൂടെ പോയാലാണ് ശരി എന്നുള്ളതും ഏതാണ് തെറ്റ് എന്നുള്ളതും വളരെ വ്യക്തമായി പടച്ച തമ്പുരാൻ ആ മഹാശക്തി മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്. ഒന്ന്, ആത്മപരിശുദ്ധി. എന്താണ് ഈ ആത്മപരിശുദ്ധി വരുത്തിയവനെന്ന് പറഞ്ഞാൽ, ആത്മപരിശുദ്ധി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസിയാവുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, സൽസ്വഭാവമുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള ഗുണങ്ങൾ നേടിയ ആത്മപരിശുദ്ധിയുള്ളവരാണോ നമ്മളും നമ്മുടെ കുടുംബവും എന്നുള്ളത് ചർച്ചക്കും ചിന്തക്കും വിധേയമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് എങ്ങനെ ആത്മകളങ്കം ഉള്ളവരായി തീരാമെന്നുള്ളത്. നിഷേധിക്കുക, ദുർവൃത്തികൾ ചെയ്യുക, ദുസ്വഭാവമുള്ളവരായിരിക്കുക, ഇത്തരത്തിലാകുമ്പോഴാണ് ആത്മകളങ്കം സംഭവിക്കുക. ഇവിടെ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു നിർദ്ദേശം, നമുക്കറിയാം റബ്ബുൽ ആലമീനായ തമ്പുരാനാണ് നമ്മളെ സൃഷ്ടിച്ചത്, അല്ലേ? മനുഷ്യനെ സൃഷ്ടിച്ചത് പടച്ചവനാണ്. മലക്കുകളെ സൃഷ്ടിച്ചതും ആരാണ്? പടച്ചവൻ തന്നെയാണ്. പക്ഷേ മനുഷ്യന് മലക്കുകൾക്കില്ലാത്ത ഒരു പ്രത്യേക സിദ്ധി കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? സ്വതന്ത്രമായി ചിന്തിക്കുവാനും ചെയ്യാനുമുള്ള ഒരു സിദ്ധി, ഒരു കഴിവ്, ശേഷി. പടച്ചവൻ എന്താണോ കൽപ്പിക്കുന്നത് അത് ആ ആജ്ഞ അതുപോലെ യഥാവിധി നിറവേറ്റുന്നവരാണ് മലക്കുകൾ. സ്വർഗത്തിൻ്റെ കാവൽക്കാരായിട്ട് മലക്കുകളുണ്ട്, അല്ലേ? നരകത്തിൻ്റെ കാവൽക്കാരായിട്ട് മലക്കുകളുണ്ട്. എന്നാൽ സ്വർഗത്തിലും നരകത്തിലും മലക്കുകൾ ഉണ്ടാവില്ല. പക്ഷേ മനുഷ്യൻ സ്വർഗത്തിലും നരകത്തിലും മനുഷ്യനുണ്ടാവും. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ തെറ്റേത് ശരിയേത് എന്ന് ചിന്തിക്കാനുള്ള ആ സൃഷ്ടിപ്പിൻ്റെ സമയത്ത് ആ വൈഭവം തന്നുകൊണ്ടാണ് പടച്ച തമ്പുരാൻ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പം അവിടെ എനിക്കറിയില്ലായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. കാരണം വിശിഷ്ടമായ ബുദ്ധി, വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവ് പടച്ച തമ്പുരാൻ മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അതാണ് മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത് പോലെ ആത്മപരിശുദ്ധി വരുത്തിയവരാവണോ അതോ ആത്മകളങ്കം വരുത്തിയവരാവണോ എന്നുള്ളത് നാം സ്വയം ചിന്തിക്കേണ്ടതാണ്. ഏതിൽ ഞാൻ ഉൾപ്പെടണം എന്നുള്ളത്. അതിന് എന്ത് ചെയ്യണം? നമുക്കറിയാം, മനുഷ്യന് ദേഹമുണ്ട്, അല്ലേ? ശരീരമുണ്ട്, ദേഹിയുമുണ്ട്, ആത്മാവുമുണ്ട്. ശരീരമുണ്ട്, ആത്മാവുമുണ്ട്. മനുഷ്യന് മനസ്സുണ്ട്. ഈ മനസ്സ് എവിടെയെന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ തൊട്ട് കാണിക്കാൻ പറ്റുമോ? തൊട്ട് കാണിച്ചിട്ട് ഇതാണ് എൻ്റെ മനസ്സ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. ഇവിടാണോ ഇവിടെയാണോ? എവിടെയാണ് എൻ്റെ മനസ്സിനാ വേദനിച്ചത് എന്ന് ഇങ്ങനെ പറയാറുണ്ടോ? സത്യം പറഞ്ഞാൽ ഇപ്പോൾ കറണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും കറണ്ട് ഉണ്ട്, കാരണം മൈക്രോഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്, ഫാന് വർക്ക് ചെയ്യുന്നുണ്ട്, ലൈറ്റ് കത്തുണ്ട് എന്നൊക്കെ. ഇതുപോലെ നമ്മുടെ ശരീരത്തിലൂടെ ഒരു കറണ്ട് പോലെ, ഒരു പ്രവാഹം പോലെ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സ്, അല്ലേ?
ഈ മനസ്സ് അത് ശരീരത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ശരീരം നമുക്കറിയാം, നമ്മളെയൊക്കെ പഠിച്ച തമ്പുരാൻ സൃഷ്ടിച്ചത്, ആദം അലൈഹിസ്സലാമനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, അല്ലേ? കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നാണ്. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, സൂറ മുഅ്മിനൂനിൽ പറയുന്നുണ്ട്. തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തിൽ നിന്നാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നത്. ദേഹം അത് മണ്ണാണ്. ഇത് നമ്മളിങ്ങനെ ശരിക്കും പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം 70% മണ്ണിലുള്ള അതേ അംശങ്ങൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും കാണാൻ പറ്റുക. അതിൽ ഫോസ്ഫറസും മറ്റെല്ലാ അംശങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മരിച്ചു കഴിയുമ്പം നമ്മൾ മണ്ണോട് ചേർക്കുമ്പം മണ്ണായി തീരുന്നതും. പക്ഷെ മനുഷ്യൻ്റെ മനസ്സ് അതിൽ നിന്നും വ്യത്യസ്തമാണ്. മനസ്സ് നന്നായാൽ മാത്രമേ അവന് ആത്മവിശുദ്ധി കൈവരിക്കാൻ പറ്റുകയുള്ളൂ. മനുഷ്യന് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റണം. പുതുകാലഘട്ടത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ? വി ആർ ദ സ്ലേവ്സ് ഓഫ് അവർ മൈൻഡ്, അല്ലേ? നമ്മളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അടിമകളാണ്. ഇപ്പം നമസ്കരിക്കുക, ആയല്ലോ, സമയമുണ്ടല്ലോ, സമയമാവുമല്ലോ, കുറച്ചുകൂടി ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മുടെ മനസ്സ് നമ്മോട് എന്ത് നെഗറ്റീവ് പറയുന്നുവോ അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ മാറിപ്പോവാണ്. മനസ്സിൻ്റെ അടിമയായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് വുളു എടുത്ത് ഇങ്ങനെ വരുന്ന സമയത്തും ഫോണ് കാണുമ്പം ഈ ഫോൺ എടുക്കാൻ പാടില്ല. വുളു എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ ചെയ്യേണ്ട കാര്യം നമസ്കരിക്കുക എന്നുള്ളതാണ് എന്നറിയുന്ന മനുഷ്യൻ തന്നെ മനസ്സ് പറയാണ്, കുറച്ച് സമയമല്ലേ, 2 മിനിറ്റ് അല്ലേ, ആ സ്റ്റാറ്റസ് മാത്രം ഒന്ന് നോക്കിക്കോ, അല്ലെങ്കിൽ ആരെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ, എന്നിട്ട് പോവാലോ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഫോൺ എടുക്കുന്നതും അതിൽ പിന്നെ 10, 15, 30 ഒരു പക്ഷേ 1 മണിക്കൂർ വരെ നമ്മളിങ്ങനെ മിനിറ്റുകൾ കഴിഞ്ഞ് മണിക്കൂർ വരെ സമയം വൈകി കുറേ കഴിയുമ്പോഴാണ് പടച്ചോനെ ഇത്രയൊക്കെ സമയമായോ എന്ന് ചിന്തിക്കുന്നത്. മനസ്സ് കുതിരയെ പോലെയാണ്. അതിനെ കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ചാൽ അത് നിയന്ത്രണ വിധേയമാകും. ആ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റണം. അത് ഓരോ കുടുംബത്തിലെയും ഉമ്മക്കും ഉപ്പക്കും അച്ഛനും അമ്മക്കും സാധിച്ചാലേ മക്കൾക്കത് സാധിക്കുള്ളൂ. കാരണം അവർക്ക് മാതൃക, അവർ നമ്മളെ നോക്കിയിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മനസ്സിനെ നിയന്ത്രിക്കാനും നമ്മുടെ മനസ്സിൻ്റെ യജമാനന്മാരായിട്ട് മാറാനും നമുക്ക് പറ്റണം. വി ആർ നോട്ട് ദ സ്ലേവ്സ് ഓഫ് അവർ മൈൻഡ്, വി ഷുഡ് ബി ദ മാസ്റ്റർ ഓഫ് അവർ മൈൻഡ്. മനസ്സ് നമ്മളോട് എന്ത് നെഗറ്റീവ് പറഞ്ഞാലും നമ്മൾ അല്ല, അതങ്ങനെയല്ല, അതിങ്ങനെയാണ് എന്ന് ആ മനസ്സിനെ തന്നെ പാകപ്പെടുത്താൻ നമുക്ക് പറ്റണം. നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് മക്കളുടെ അടുത്തോ ഭർത്താവിൻ്റെ അടുത്തോ അമ്മായിമ്മയുടെ അടുത്തോ എവിടെ നിന്നെങ്കിലോ കുടുംബത്തിൽ ഭാര്യയുടെ അടുത്തുനിന്നോ എന്തെങ്കിലും നമുക്കിഷ്ടപ്പെടാത്ത ഒരു വാക്കോ പ്രവൃത്തിയോ വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്ന നമ്മളോട് നമുക്ക് ദേഷ്യം തോന്നിയാൽ പരിശുദ്ധ ഖുർആൻ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ക്ഷമിക്കാനും സഹിക്കാനും പുറത്തു കൊടുക്കാനാണ്. നിൽക്കുകയാണെങ്കിൽ നമ്മളോട് ഇരിക്കാനാണ് പറഞ്ഞത്, ഇരിക്കുകയാണെങ്കിൽ നമ്മളോട് കിടക്കാനാണ് പറഞ്ഞത്. എന്നിട്ടും നമ്മുടെ ദേഷ്യവും പ്രയാസം ആ ഒരു ആ സമയത്തെ പ്രതികാരം ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ, ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോയി വുളു എടുക്കാനാണ് പറഞ്ഞത്. വുളു എടുത്തിട്ടും പറ്റുന്നില്ലെങ്കിൽ 2 റക്അത്ത് നമസ്കരിക്കാനാണ് പറഞ്ഞത്. മനസ്സ് നമ്മളോട് പറയും, നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ചാടി എണീക്ക്, ഒറ്റ നടു കൊടുക്ക്, അതല്ലെങ്കിൽ പ്രതികരിക്ക്, തോന്നിയതൊക്കെ വിളിച്ചു പറയേ. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് തോന്നും വേണ്ടിയില്ലായിരുന്നു, പറയേണ്ടിയില്ലായിരുന്നു, പറഞ്ഞു പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വിഷമായി, പിന്നെ അന്ന് മുഴുവൻ ആ ചിന്തയായി. അതിനു വേണ്ടിയിട്ടാണ് നമ്മളോട് പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ളത്, നിങ്ങളുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ നമുക്ക് പറ്റണം എന്നുള്ളത്. ഈ വിധേന നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ യഥാർത്ഥ വെളിച്ചം നമ്മുടെ ചുറ്റും ഇങ്ങനെ പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റും. എത്ര അവസരങ്ങൾ ഉണ്ടായാലും, എത്രയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും, ഒറ്റയ്ക്കൊരു വീട്ടിലൊരു റൂമിൽ നമുക്ക് തോന്നിയത് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാലും
അതല്ലെങ്കിൽ എവിടെയും പോകാനും കാണാനും എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ടായാലും, ഇഷ്ടം പോലെ പണം കയ്യിലുണ്ടായാലും, ആഗ്രഹങ്ങളെ അതിനനുസരിച്ച് നിയന്ത്രിച്ച് സദാചാര ബോധത്തോടെ ജീവിക്കുവാൻ നമുക്ക് പറ്റുന്നതിനെയാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്, ബോധമുള്ള ജീവിതം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഒറ്റക്കായി നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഇഷ്ടം പോലെ പണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? ഇവിടെ സദാചാര ബോധത്തോടു കൂടി ജീവിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. ഇപ്പം പുതിയ തലമുറ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. പുതിയ തലമുറ ഒരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അവർ എന്ന് പറഞ്ഞാൽ നമ്മളിൽ ചിലരൊക്കെ അതിൽ പെടുന്നവർ തന്നെയാണ്. ഇപ്പോൾ IQ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ IQ, ഇപ്പം നിലവിൽ IQ ഉള്ള ആളെ അവരുടെ IQ പോയിന്റ് എനിക്ക് തോന്നുന്നത് 250 63 ഒക്കെയാണ്. അത്രത്തോളം ഇൻ്റലിജൻസ് ഉള്ള എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻ്റ് ക്വോഷ്യൻ്റ് ആണ്, ബുദ്ധി വൈഭവം എന്നാ പറയാം. ഒരുപാട് ബുദ്ധിവൈഭവമുള്ള ആൾക്കാരാണ് നമുക്കിടയിലുള്ള ഈ പുതുതലമുറയിലുള്ള മക്കളും അതുപോലെ തന്നെ മാതാപിതാക്കളും ഒക്കെ. പക്ഷേ ഈ ബുദ്ധി വളർച്ചയോടൊപ്പം തന്നെ വേണ്ടത്ര ഹൃദയ വളർച്ച വന്നിട്ടില്ല. ചിലതൊന്നും പൊരുത്തപ്പെടാൻ കഴിയായിക, ചിലതിനെയൊന്നും അംഗീകരിക്കാനുള്ള കഴിവില്ലായ്മ, വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യാനുള്ള ഒരു പക്വതയില്ലായ്മ എന്നൊക്കെ പറയുന്ന ഹൃദയ വളർച്ച ഇല്ലാത്തൊരവസ്ഥയാണ്. ഈ ഇൻ്റലിജൻ്റ് ക്വോഷ്യൻറ്റിനോടൊപ്പം തന്നെ ഇമോഷണൽ ക്വോഷ്യൻറ്റും വളരണം കൂട്ടത്തിൽ. എന്നാൽ മാത്രമേ അവർ പൂർണ്ണതയിലെത്തുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ തെറ്റെന്ത് ശരിയേത് എന്ന് മനസ്സിലാക്കാനും വേർതിരിച്ചെടുക്കാനും പറ്റുന്നില്ല. ഈ സമയത്ത് ഈ ദിവസം നീ ഇതല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിൻ്റെ വശങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഉമ്മ അങ്ങനെ പറയാനുള്ള കാരണം? ഒന്ന്, ഉമ്മയെ ഇരുന്ന് കേൾക്കാനും കൊള്ളാനും മകൻ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അതൊന്നും നിങ്ങൾ പറഞ്ഞ പോലെയല്ല, അതൊന്നും നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളല്ല, ഞാൻ കണ്ടത് ചെയ്യും എന്നുള്ള രീതിയിൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉമ്മ എതിർത്ത് കഴിഞ്ഞാലും അവൻ ധിക്കരിച്ചു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ചിന്തിക്കാനുള്ള ശേഷിയും മാനസിക വളർച്ചയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൃദയ വളർച്ചയും ആയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. കുറേ റീൽസുകൾ, അതുപോലെ തന്നെ ചെറിയ കുറച്ച് സമയം മാത്രം നീണ്ടു നിൽക്കുന്ന പ്രസംഗങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അതൊക്കെ പെട്ടെന്ന് കൂടുതൽ സമയം, ഇപ്പോൾ 1 മണിക്കൂറിൻ്റെ പ്രസംഗമൊന്നും കണ്ടിരിക്കാനൊന്നും ആർക്കും കഴിയില്ല. എല്ലാം പെട്ടെന്ന് കഴിയണം അല്ലേ? പുതുമ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കാം മനുഷ്യൻ. കുറച്ച് സമയം കഴിയുമ്പോഴേക്കിനും അത് നീക്കി അടുത്തതിട്ട്, അത് നീക്കി അടുത്തതിട്ട്. ഇപ്പം നമ്മളിങ്ങനെ പറയും ഏതെങ്കിലും ഒന്ന് ഇരുന്ന് കാണു നീ എന്നൊക്കെ പറഞ്ഞാൽ മക്കൾക്ക് കുറച്ച് സമയം മാത്രം, സെക്കൻഡുകൾ മാത്രമേ അവർക്ക് ക്ഷമയോടുകൂടി ഇരിക്കാൻ പറ്റുന്നുള്ളൂ. സമയമില്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ പലതരത്തിലും ഉള്ള വീഡിയോസും പ്രസംഗങ്ങളും മറ്റൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പം അതിലൊക്കെ പലയിടങ്ങളിലായിട്ട് പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, ഈ ലോകത്ത് ഒരു ജീവിതമേ ഉള്ളൂ. അവനവൻ്റെ സുഖവും സന്തോഷം എന്താന്ന് വെച്ചാൽ അത് ചെയ്യുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക, സന്തോഷത്തോടു കൂടി ജീവിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക. കേട്ടിട്ടില്ലേ? പലയിടങ്ങളിലായിട്ട് തലങ്ങും വിലങ്ങും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകളിലും പ്രസംഗങ്ങളിലും ചെറിയ ഷോർട്സിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കിഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യാം. അപ്പം ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല സന്തോഷം തോന്നും. ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാലോ. നമുക്കിഷ്ടമുള്ളത് എന്താണോ അത് ചെയ്തു കഴിഞ്ഞാലേ നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറുള്ളൂ, സ്ട്രെസ്സൊക്കെ കുറയുള്ളൂ, മൈൻഡ് റിലാക്സ് ആവുള്ളൂ. അതുകൊണ്ട് ഇഷ്ടം പോലെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടമുള്ളപ്പോൾ എന്തൊക്കെ ഉണ്ടാവും അല്ലേ? ഇപ്പം ഈ ഉപദേശം ഇങ്ങനെ പുതിയ തലമുറക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എല്ലാം ചെയ്യാൻ പറ്റുമോ? ഇഷ്ടം എല്ലാം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ മതം ഈ പരിശുദ്ധ ഖുർആനെയും നബിചര്യയെയും
അതിനുശേഷം വന്നിട്ടുള്ള സ്വഹീഹായ ഹദീസുകളെയൊക്കെ ചിട്ടപ്പെടുത്തിയിട്ട് ഒരു ഫ്രെയിം, ഒരു അതിരും വരമ്പും ഒക്കെ വെച്ചിട്ടുണ്ട്, വരച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൊണ്ട് കിടക്കുന്ന കുറേ സന്തോഷങ്ങളുണ്ട്, കുറേ ഇഷ്ടങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ആവാം. അതിനപ്പുറത്തേക്ക് ആ ഫ്രെയിമിനെ ഒന്ന് പൊളിച്ച് കുറച്ചും കൂടി അപ്പുറത്തേക്ക് മാറ്റിയിട്ട് ചില സന്തോഷങ്ങളെയും ഇഷ്ടങ്ങളെയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ച് കയറ്റുക എന്ന് പറഞ്ഞാൽ അത് ഒരു മുസ്ലിം, ഒരു മനുഷ്യൻ ചെയ്യാൻ പാടുള്ളതല്ല, ഒരു മുസ്ലിം ചെയ്യാൻ പാടുള്ളതല്ല. അപ്പം അവിടെ ആ ഒരു വർക്കിനെ പൊളിച്ച് വലിച്ചു നീട്ടി അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ച് കയറ്റുക എന്നുള്ള പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന കല്യാണങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ബർത്ത്ഡേ ആഘോഷങ്ങളിലും അതല്ലാത്ത മറ്റു പല ആഘോഷങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ആഘോഷങ്ങളിൽ എന്ന് മാത്രമല്ല, ജീവിതത്തിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈഫ് എന്താ നമ്മളോട് പറയുന്നത്? മാക്സിമം സന്തോഷിക്കുക, അവനവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, ആ കാര്യങ്ങൾ നന്മ മാത്രമാണ്. അപ്പം നല്ല ആശ്വാസമല്ലേ മനസ്സിന്, അല്ലേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു തെറ്റെങ്കിലും ചെയ്യാത്തവരായിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല, വിരളാണ്. അപ്പോൾ പഠിച്ചോൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ആദമിൻ്റെ മക്കൾ തെറ്റ് ചെയ്യുന്നവരാണ്, പക്ഷേ അതിലേറ്റവും ഉത്തമർ ആ തെറ്റിനെ പശ്ചാത്തപിച്ച് എന്നിലേക്ക് മടങ്ങി പൊറുക്കലിനെ തേടുന്നവരാണ്. അപ്പോൾ ഒരു തെറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു കുറ്റബോധമല്ലേ, ഒരു വല്ലാത്ത വിഷമല്ലേ? എന്നാൽ തെറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടും ആ തെറ്റിലേക്ക് പോകാതെ നമ്മുടെ മനസ്സിനെ അടക്കി ഒതുക്കി പിടിച്ച് ചില സന്തോഷങ്ങളൊന്നും വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയം കഴിയുമ്പോൾ എന്തൊരാശ്വാസമായിരിക്കും അല്ലേ നമുക്ക്? അങ്ങനെ ആശ്വാസം ഉണ്ടാവാറില്ലേ പലപ്പോഴും? ഓ, ഞാനത് ചെയ്തിട്ടില്ലല്ലോ, ഒരു സംതൃപ്തി, ആത്മസംതൃപ്തി അല്ലേ? ഞാനത് ചെയ്തില്ലല്ലോ, എനിക്ക് ആ സാഹചര്യം ഉണ്ടായിട്ടും ഞാൻ അതിലേക്ക് പോയിട്ടില്ല. എന്തോ ഒരു ആശ്വാസം, എന്തോ ഒരു സമാധാനം. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ രഹസ്യങ്ങളൊന്നും ഇല്ലാതിരിക്കുക, അനാവശ്യങ്ങളിലേക്ക് പോകാതിരിക്കുക, സ്വന്തമായി തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചില കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, എല്ലാവർക്കും വേണ്ടി അവനവൻ്റെ ജീവിതം ക്രമീകരിക്കുക, തൻ്റെ സഹോദരീ സഹോദരങ്ങൾക്ക് വേണ്ടി ചെറിയ ചില അതിരോ വരമ്പോ തർക്കത്തിൽ ഒന്ന് വിട്ടുകൊടുക്കാനുള്ള മനോഭാവം കാണിക്കുക, അമ്മായിമ്മ മരുമകൾ തമ്മിലിടയിലുള്ള പ്രശ്നങ്ങളിൽ താഴ്ന്നു കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന ഒരു നിർവൃതിയുണ്ട്, ഒരു വല്ലാത്തൊരു ബ്ലിസ്സാണത്. വലിയൊരു, നമ്മൾ എന്തോ വലിയൊരു കാര്യം ചെയ്തതുപോലെ. അങ്ങനെ ജീവിക്കുമ്പം മനസ്സിനൊരു ഭാരം ഉണ്ടാവില്ല. ഇല്ലാതെ നമ്മുടെ ഭർത്താവിനെ വഞ്ചിച്ച്, ഭാര്യയെ വഞ്ചിച്ച്, കുട്ടികളുടെ ഇടയിൽ നിന്നും ചില തെറ്റുകൾ ഇങ്ങനെ അവർ കാണാതെ പിന്നെ ഒളിപ്പിച്ച് വെച്ച് ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ ഒരു കനം തൂങ്ങുന്ന പോലെ ആയിരിക്കും. ഈ കനം അവിടെ എത്തുമ്പം തിന്മയുടെ തുലാസിലും തൂങ്ങുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ ജീവിക്കുക, ഈ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എത്ര സുന്ദരമാണ്. ആ സുന്ദര ജീവിതം നമ്മുടെ കുടുംബങ്ങളിലേക്കും പുതിയ തലമുറകളിലേക്കും പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിനെന്താ വേണ്ടിയെന്നറിയോ? പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഫസ്മഉ ഫസ്മഉ. എന്താ? നിങ്ങൾ കേൾക്കൂ കേൾക്കൂ എന്ന്. വളർത്തുന്ന മാതാപിതാക്കൾ നല്ല ശ്രോതാക്കളാണ് എന്നുള്ളതാണ്. നമ്മളൊക്കെ വളർത്തുന്ന മാതാപിതാക്കളല്ലേ? നമ്മുടെ കുട്ടികളെയും നമ്മുടെ മക്കളെ മരുമക്കളെയും കുടുംബത്തെയൊക്കെ വളർത്തുന്ന ആൾക്കാരാണ് നമ്മൾ. വളർത്തുന്ന മാതാപിതാക്കൾ ഏറ്റവും നല്ല ശ്രോതാക്കളാണ് എന്നുള്ളതാണ്. കൗൺസിലിങ്ങിൻ്റെയൊക്കെ സമയത്ത് ചില കുട്ടികൾ, ഇപ്പോൾ ഒരു 32 വയസ്സേ ഒരു പെൺകുട്ടി നമ്മളെടുത്ത് വന്ന് പറയാണ്, അവൾക്ക് ട്രിഗറാണ്. ട്രിഗർ എന്നുള്ള വാക്ക് ഇപ്പോൾ പരിചയമായിട്ടുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ഷബാബിലൊക്കെ വായിച്ചോ, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന ട്രിഗർ എന്ന് പറഞ്ഞിട്ട് ഒരു, പിന്നെ ഹേമ കമ്മിറ്റി എന്ന ട്രിഗർ എന്ന് പറഞ്ഞിട്ട് ക്യാപ്ഷൻ ആ കത്തുകൾ എന്നുള്ള ഭാഗത്തുണ്ട്. അപ്പോൾ ട്രിഗർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പിന്നെ ഒരു പോസ്റ്റ് ട്രോമ, കുറച്ച് മുന്നേ സംഭവിച്ച എന്തോ ഒരു ദുരന്തം, പ്രയാസം, അതൊരു വൈകാരികമായ ഒരു അനുഭവമായിരിക്കാം, ഇമോഷണൽ എക്സ്പീരിയൻസ്. അപ്പം അതിൽ കണ്ടില്ലേ, ഫിലിം മേഖലയിലൊക്കെ ഒരുപാട് സ്ത്രീകൾ ഒരു കാലത്ത് അനുഭവിച്ചിരുന്ന മാനസിക ശാരീരിക പീഡനങ്ങളെ പല കാരണങ്ങളാൽ പുറത്തേക്ക് പറയാതെ ഉള്ളിൽ ഒതുക്കി അവസാനം ഇത് പഠനവിധേയമായി പുറത്ത് റിപ്പോർട്ട് വന്നപ്പോഴാണ് പലരും അവരുടെ അനുഭവങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് പറഞ്ഞത് അല്ലേ? ഇത്തരത്തിൽ ട്രിഗർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മോള്
വന്ന സമയത്ത് അവൾക്ക് കല്യാണം വേണ്ട എന്നുള്ളതാണ് ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്ന പ്രശ്നം. അവളുടെ കുടുംബവും ആവശ്യപ്പെട്ടത് അതിനുള്ളൊരു കൗൺസിലിംഗ് കൊടുക്കാനായിരുന്നു. പക്ഷെ കുടുംബം എന്ത് ചെയ്തു? അതിനെ ജനറലൈസ് ചെയ്തു. ജനറലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ലിബറലിസം പോലെയുള്ള ഇസങ്ങളും വാദങ്ങളും നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ വേണ്ടി വരൂല, താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോഴാർക്കും കല്യാണത്തിന് താല്പര്യമില്ലല്ലോ. പെൺകുട്ടികൾക്കൊന്നും കമ്മിറ്റഡ് ആവാൻ, കുടുംബത്തിനു വേണ്ടി കമ്മിറ്റഡ് ആവാൻ ആർക്കും പറ്റില്ലല്ലോ. ഒക്കെ ഫ്രീ ആയിട്ട് ജീവിക്കുക എന്നുള്ള രീതിയിലല്ലേ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവളുടെ അടുത്ത് തുറന്ന് സംസാരിച്ചപ്പോഴാണ് ശരിക്കും എനിക്കത് ബോധ്യമായത്. അവൾക്ക് ഇതേപോലെ തന്നെ ഒരു പോസ്റ്റ് ട്രോമ ഉണ്ടായിരുന്നു. പഴയ കാലത്ത്, കുറച്ച് ചെറുപ്പകാലത്ത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരനുഭവം അവളുടെ ജീവിതത്തിലുണ്ടായി. ശേഷം അവൾക്ക് വിവാഹത്തിന് വല്ലാത്ത പേടിയായി. എല്ലാവരെയും ആ രീതിയിൽ, ഏത് പുരുഷനെ കണ്ടാലും അവൾ ആ രീതിയിൽ കാണാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ആര് പെണ്ണ് കാണാൻ വരുമ്പോഴും അവൾക്ക് പേടിയും ബേജാറും, വിറയൽ വരിക, ക്ഷീണിച്ച് വീഴുക, പ്രഷർ കുറഞ്ഞു പോവുക, ഇതൊക്കെയായി. അപ്പം അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു 18-19 വയസ്സിലെ പെണ്ണ് കാണൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവൾ നന്നായി പഠിച്ചു, നല്ല കോഴ്സ് എടുത്ത് പഠിച്ചു, ജോലി നേടാനുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങി. അവസാനം ഇൻ്റർവ്യൂകൾക്ക് അറ്റൻഡ് ചെയ്ത് പുറത്ത് ഗൾഫിൽ പോയി നല്ല ജോലി നേടി അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അതൊന്നും കൂടുതൽ കാലം പറ്റില്ലല്ലോ ഒരു വിവാഹ ജീവിതത്തിലേക്ക് എത്താതെ. അപ്പോൾ പിന്നെ നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതും തന്നെ ഇതാണല്ലോ, ആർക്ക് ബാഅത്ത് സാധ്യമാകുന്നുവോ അവർ വിവാഹം കഴിച്ചു കൊള്ളട്ടെ, അല്ലേ? കൈകാര്യപ്രാപ്തി ആർക്ക് സാധ്യമാകുന്നുവോ അപ്പോഴാണ് വിവാഹത്തിൻ്റെ പ്രായം, വിവാഹം കഴിച്ചു കൊള്ളട്ടെ എന്നുള്ളതാണ്. അവൾ നാട്ടിലേക്ക് വന്ന സമയത്ത് രക്ഷിതാക്കൾ നിർബന്ധിക്കുകയാണ്. അങ്ങനെ അവളുടെ പ്രയാസങ്ങളുടെ കെട്ടഴിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്ത വിഷമം തോന്നി. ഒരു 10 വർഷം വെറുതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? അവളെ കേൾക്കാൻ ആരുമില്ലാത്തത് കൊണ്ട്. അമ്മോൻ വരുന്നു, ഇരിക്കുന്നു, ഇവളോട് പറയുന്നു. ഇപ്പം എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ തന്നെയാണ്. എനിക്കും അതിൻ്റെ ഭാഗമായി മാറിയില്ലേ, ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ആൾ ഇതുവരെ ഉണ്ടായിട്ടില്ല, ലിബറലിസം മറ്റത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് തോന്നിയ പോലെ നടന്നോ എന്ന്. അമ്മായി വന്നിട്ട് മറ്റൊരു കാര്യം പറയുന്നു, എളാപ്പ വന്നിട്ട് വേറെന്തോ പറയുന്നു. എല്ലാവരും നിരന്തരമായി എന്നെ ഉപദേശിക്കുകയാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ട് എന്നെങ്ങനെ ജനറലൈസ് ചെയ്ത് ഞാനും അതിൻ്റെ ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും എൻ്റെ വയ്യാലെ കൂടുന്നത്. ടീച്ചറെ, നിങ്ങൾക്കറിയോ, എന്നെ കേൾക്കാൻ എൻ്റെ ഉമ്മ പോലും ഉണ്ടായില്ല. മോളെ, എന്താ നീ ഇങ്ങനെ പറയണത്? എന്താ നിനക്ക് കല്യാണത്തോടുള്ള ഒരു പ്രയാസം? എന്താണെന്നാലും ഉമ്മൻ്റെ കുട്ടീനോടൊന്ന് തുറന്നു പറയുമെന്ന് പറഞ്ഞ് ഒരു ദിവസമെങ്കിലും രാത്രി ഞാൻ ഉറങ്ങാൻ ഒരുങ്ങുമ്പോഴോ മറ്റെപ്പോഴോ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ എൻ്റെ കൂടെ വന്നിരുന്ന് എൻ്റെ കൂടെ കിടന്ന് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് എൻ്റെ സ്വന്തമാണ് എന്ന് തോന്നിക്കുന്ന തരത്തിൽ എൻ്റെ കൂടെ ചേർന്നിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിത് പറയാമായിരുന്നു. പറയാൻ പേടിയുണ്ട്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബാക്കി കാര്യങ്ങൾ ഏത് ഉമ്മക്കും ബാപ്പക്കും അത് സഹിക്കൂല. അപ്പോൾ അത് ആരാണെന്ന് അന്വേഷിക്കും, അതിൻ്റെ വയ്യാലെ പോകും. വയ്യാലെ പോയി കഴിഞ്ഞാൽ പിന്നെ ആളെ കണ്ടെത്തുകയും അയാളെ കൊണ്ട് പിന്നെ പലതരത്തിലുള്ള അക്രമങ്ങളൊക്കെ പേടിക്കുന്ന ഒരു ഭാഗത്ത്. പക്ഷെ പറയേണ്ട രീതിയിൽ ഇത് പറയാമായിരുന്നു. എനിക്കങ്ങനെ ഒരു കാത് തന്നില്ല. ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. ഒരുപാട് പറയുന്നതിനേക്കാളും കുറച്ച് പറയുകയും കുറേ കേൾക്കുകയും ചെയ്യുക. ആ കേൾക്കുന്നത് തന്നെ ഹൃദയത്തിലേക്ക് കേൾക്കുക. ചെവിയിലൂടെ കേട്ട് ചെവിയിലൂടെ വിടാതെ ഹൃദയത്തോട് ചേർന്ന് കേൾക്കുക. അത് വലിയൊരു ആശ്വാസമാണ്. ഇപ്പം നമ്മളൊക്കെ ഒരു 70-80% നമ്മൾ പിന്നെ ശതമാനത്തോളം ഈ സെഷനുകളിലൊക്കെ നമ്മൾ സംസാരിക്കൂല, അവരാ സംസാരിക്കുക. 20% നമ്മൾ സംസാരിക്കുള്ളൂ. 80% അവരാ സംസാരിക്കുക. ഒരാൾ ഒന്നെന്നെ കേട്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരു പക്ഷേ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവും. അപ്പം ഈ ഒരു ട്രിഗർ നമ്മൾ നന്മയുടെ രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. അതിനെന്താണോ പരിഹാരം അത് ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയണം. എവിടെയോ ആരൊക്കെയോ നമ്മളെ ആഗ്രഹിക്കുന്നുണ്ടാവും. ആ കേൾവി, ആ ചെവി, ആ മനസ്സ്, ആ ഹൃദയം ഒന്ന് ചേർന്നിരുന്നു കൊണ്ട് കൂടെ ഇരിക്കാനുള്ള മനസ്സ് കാണിക്കുക. പ്രത്യേകിച്ച് ഇത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് എന്നാലും ഞാൻ വീണ്ടും ആവർത്തിക്കാണ്. ഒരു വ്യക്തിയായിട്ട് എല്ലാവരും കാണാം. നമ്മൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത്
ഒരു പ്രധാനപ്പെട്ട ആൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് ഭർത്താവ് ജോലിക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത്, ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത്, ഭാര്യമാരെങ്ങോട്ടെങ്കിലും ഇറങ്ങുന്ന സമയത്ത്, തിരിച്ചു വരുമ്പോഴൊക്കെ ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ ഇന്നും എന്ന് ഞങ്ങളെങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിലും, എന്ത് പണി അടുക്കളയിലോ എവിടാണെങ്കിലും 70 ചില്ലാനം പ്രായമായിട്ടുണ്ട്, എന്നാലും ആ എടുക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിർത്തിവെച്ചിട്ട് കൊലായിൽ വന്ന് നമ്മളെ യാത്രയാക്കി നമ്മളിങ്ങനെ പോണത് വരെ നോക്കി നിന്നിട്ടേ ബാക്കി തിരിച്ചു പോവുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ഒരു പരിഗണനയാണ്. ഇതൊരു കുടുംബത്തിലൊരു മനുഷ്യന് കൊടുക്കേണ്ട പരിഗണനയാണ്. ആ രീതിയിൽ ഇതൊരു വ്യക്തിയാണ് എന്ന് കരുതി നമ്മുടെ കുട്ടികളെയും ഭർത്താവിനെയും കുടുംബത്തെയും എല്ലാവരെയും, അത് വീട്ടിലേക്ക് വിരുന്ന് വന്ന് തിരിച്ചു പോകുന്നവരായാലും എല്ലാവരെയും ഇതുപോലെ പരിഗണിക്കാനും കേൾക്കാനും തയ്യാറാവുക. ചില ദിവസങ്ങളിലൊക്കെ നമ്മുടെ മക്കൾക്ക് ഒരുപാട് പറയാനുണ്ടാവും. ഇപ്പോൾ ജോലിക്കൊക്കെ പോണ ഉമ്മമാരാണെങ്കിൽ നമുക്കത് ഇരുന്ന് കേൾക്കാൻ സമയം ഉണ്ടാവില്ല. നമ്മൾ 4:30 5 മണിക്കോ വീട്ടിലേക്ക് വന്ന് കയറി അതിൻ്റെ ബാക്ക് തന്നെ ആയിരിക്കും അവരും വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഫ്രഷായി ചായ കുടിക്കാനും നമസ്കരിക്കാനും ഒക്കെ പോകേണ്ടി വരും. ഇതേപോലെ തന്നെ ഒന്നുകിൽ അതിൻ്റെ പിറകെയോ ശേഷമായിരിക്കും മുന്നെയോ ശേഷമായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക. എന്നിരുന്നാലും ചുരുങ്ങിയതൊരു 10-15 മിനിറ്റ് സംസാരിക്കാനും കേൾക്കാനും തയ്യാറാവാം. ചില കാര്യങ്ങൾ ഇങ്ങനെ പറയണ്ടേ, ഇത് പറയണോ, എനിക്കിന്നിങ്ങനെ എൻ്റെ കൂട്ടുകാരൻ ഒരു പൊടി തന്നു, ഒരു സംഭവം തന്നു, അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ചു പോയി, എന്തായാലും എന്ത് തന്നെ ആയാലും എന്ന് ഈ ഒരു രീതിയിൽ എന്നോട് ഇവർ പെരുമാറിയിട്ടുണ്ടായിരുന്നു, വരുന്ന വഴിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരിക്കും. പക്ഷേ നമ്മൾ അതിനെ വില വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മൾ അന്ന് ചെവി കൊടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ തീർച്ചയായും അവർ പിന്നെ നമ്മളെ കേൾക്കാൻ വരില്ല, നമ്മളടുത്ത് പറയാനും വരില്ല. അങ്ങനെയാണ് ഇത്തരത്തിലൊക്കെയുള്ള ദുരന്തങ്ങൾ അവസാനത്തേക്ക് ഈ മെൻ്റൽ ട്രോമ എന്ന് പറഞ്ഞാൽ നമ്മളെ പലയിടത്തും ചില സൈക്കോളജിസ്റ്റുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില ഡോക്ടേഴ്സ് ആ സമയോചിതമായ ഡോക്ടർമാരുടെ ഇടപെടൽ മൂലമാണ് അവരുടെ ജീവൻ രക്ഷിക്കാനായത് എന്നൊക്കെ. ആ സമയത്ത് ആ ഡോക്ടർ അവിടെ എത്തുകയും ഇദ്ദേഹത്തെ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തതുകൊണ്ട് ആ സർജറി വളരെ ഭംഗിയായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തു, രോഗി രക്ഷപ്പെട്ടു എന്ന്. പക്ഷേ ഒരു തുണ്ടം കയറിലോ ഒരു ചെറിയ കത്തിയുടെയോ ബ്ലേഡിൻ്റെയോ കഷ്ണത്തിലോ ജീവനിങ്ങനെ വേണോ വേണ്ടയോ എന്നുള്ള നിമിഷത്തിൽ ഇത്തരത്തിലുള്ള ഒരാളെടുത്ത് ആരെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് ഈ ഒരു രോഗി അല്ലെങ്കിൽ ഈ പ്രയാസം അനുഭവിക്കുന്നവളെ കൊണ്ടെത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു സെഷൻ കൊണ്ട് അവളുടെ ജീവൻ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയും എത്രയോ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല, എവിടെയും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഓരോരുത്തരുടെയും അവനവൻ്റെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുട്ടികളുടെയും കുടുംബത്തിലെയും ഏറ്റവും നല്ല കൗൺസിലർ എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ കൗൺസിലർ അല്ലാഹ് തന്നെയാണ്. അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ അവനവൻ്റെ വീട്ടിൽ നമ്മൾ തന്നെയാണ് നമ്മളെ കുടുംബത്തിലെ കൗൺസിലർമാർ. അപ്പോൾ അതുകൊണ്ട് ശരീരവും മനസ്സും ഒരുപോലെ അവരുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് പുതുതലമുറയുടെ കാര്യത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കാൻ വേണ്ടി ഇരുന്നു കൊടുക്കാത്തത് കൊണ്ട് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലാവരുത്, ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലാവാൻ പാടില്ല. പിന്നെ ഈ ഒരു പ്രായത്തിൽ മുതിർന്നവർ ഒരുപാട് പ്രായമുള്ള ആൾക്കാരെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പുതുതലമുറയുടെ ഒരു ട്രെൻഡാണ്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് ഈ മധ്യവയസ്കരായിട്ടുള്ള ഉമ്മമാരും ഉപ്പമാരും ഒക്കെ തന്നെയാണ്. കുഞ്ഞു തലമുറയും പ്രായം ചെന്ന തലമുറയും തമ്മിൽ അഭേദ്യമായൊരു കണക്ഷൻ ഉണ്ടാവും ഇല്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള കുഞ്ഞു കുട്ടികളെ വല്യമ്മമാരും വല്യപ്പന്മാരൊക്കെ ഏത് രീതിയിലാണ് കൊണ്ടു നടക്കുക? ഇപ്പം എനിക്കുള്ള എൻ്റെ ചെറിയ മോള് എൻ്റെ ഭാഷയെ പറഞ്ഞാൽ 1 മിനിറ്റ് അടങ്ങിയിരിക്കൂല എന്ന് പറയാം. ഒക്കെ ഇപ്പം 4 വയസ്സായി, അവൾക്ക് 2 വയസ്സ് 3 വയസ്സൊക്കെ ആയ സമയത്ത് 1 മിനിറ്റ് അടങ്ങിയിരിക്കൂല എന്ന് അവളെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ പറയും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ വീട്ടിലെ പ്രായമായ ഈ ഉമ്മയുടെ കൂടെ തൊട്ടടുത്ത് കസാരയിൽ
ഏകദേശം 1 മണിക്കൂറോളം കുട്ടി അടങ്ങിയിരിക്കും. ആ ഉമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, നോക്ക് ആ കോഴി നോക്ക്, ആ പുഴുവിനെ കൊത്തി, അല്ലാ പുഴുവിൻ്റെ കണ്ണിനാണല്ലോ കൊത്തിയെ, കണ്ണ് പൊട്ടിപ്പോയി ഉണ്ടാവോ, അപ്പോൾ ഇപ്പുറത്തെ കണ്ണിനോ ഒരു കണ്ണുണ്ടാവൂലേ, ചെവിക്ക് കൊത്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഏന്ന് വെച്ചിട്ട് ഇങ്ങനെ കൗതുകത്തോടെ ആകാംക്ഷയോടെ ഇങ്ങനെ അടുത്തതെന്താ പറയണത് എന്ന് കേട്ടിങ്ങനെ ഇരിക്കും, അമർന്നിരിക്കും. ഈ ഒരു കണക്ഷനാണ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോകുന്നത്. ഇത് വല്യമ്മമാരില്ലാത്തതുകൊണ്ടല്ല, വല്യമ്മമാരും വല്യപ്പമാരും ഇവിടെ തന്നെ വീടകങ്ങളിലുണ്ട്, പക്ഷേ മൂലക്കാക്കിയിട്ടുണ്ട്. കുട്ടികളില്ലാത്തതുകൊണ്ടല്ല, ചെറിയ കുട്ടികളും ഉണ്ട്. പക്ഷെ ഇവരെയൊക്കെ പരസ്പരം തമ്മിൽ വേർതിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്കിടയിലുള്ള മാതാപിതാക്കൾ തന്നെയാണ്. എങ്ങോട്ടാ പോയി? ഞാൻ തറവാട്ടിക്ക്. ഏതു നേരം നോക്കിയാലും തറവാട്ടിൽ തന്നെ, എനിക്ക് പഠിക്കാനൊന്നുമില്ല, എന്താ എനിക്ക് തറവാട്ടിൽ, എന്താ എനിക്ക് വല്യമ്മേൻ്റെ റൂമിൽ, എന്താ വല്യപ്പൻ്റെ റൂമിൽ. സ്ഥിരമായിട്ട് ഇത് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ തോന്നാണ്, ഞാൻ അങ്ങോട്ട് പോകാൻ പാടില്ല, കാരണം എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത്. അപ്പം ഇങ്ങനെ പ്രായം കൂടുന്തോറും ഈ തലമുറയെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ യുവാക്കളുടെ എണ്ണാണ് ജനസംഖ്യയിൽ കൂടുതൽ. പക്ഷേ അടുത്ത തലമുറ, ഈ തലമുറ മാറി അടുത്ത ജനറേഷൻ ആകുമ്പോഴേക്ക് ഈ യുവാക്കൾ മുഴുവൻ വൃദ്ധരായിത്തീരും. അപ്പോൾ നിങ്ങൾ നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിണ്ടാതെയും കാണാതെയും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വലിയ സമൂഹമായിട്ട് നമ്മുടെ സമൂഹം മാറാൻ പോവാം. അത് എല്ലാവരിലും അങ്ങനെ തന്നെ, മനുഷ്യന്മാരിൽ മൊത്തത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതിന് കുറച്ചൊക്കെ പ്രായമായാലും ചിലതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു 60-65 വയസ്സായി അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ അവർക്കുള്ള തോന്നലാണ്, ഇനിയിപ്പോൾ എന്നെക്കൊണ്ട് കൂടുതലൊന്നും ഈ കുടുംബത്തിന് ചെയ്യാൻ കഴിയില്ല, എൻ്റെ ശമ്പളം അതിലും 2-1 3 ചുരുങ്ങി, എനിക്ക് അത്യാവശ്യം മരുന്ന് വാങ്ങാനും കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമേ ഇനി എന്നെക്കൊണ്ട് പറ്റുള്ളൂ, കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊരു ഭാഗത്തേക്ക് ഒതുങ്ങട്ടെ, തമാശകൾ കുറച്ചു, ഒരുമിച്ചിരിക്കൽ കുറച്ചു, സന്തോഷങ്ങൾ കുറച്ചു, അഭിപ്രായങ്ങൾ പറയൽ കുറച്ചു. അതിൻ്റെ ആവശ്യം എന്തിനാ? ഞാൻ ഈ കുടുംബത്തിൽ ഇത്രയും കാലം എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ നിൽക്കും. ഞാൻ തമാശ പറയും, ചിരിക്കും, കൂട്ടത്ത് കൂടും, എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് നിന്നും ഉണ്ടാവും എന്നുള്ളത് അവരും ചിന്തിക്കുക. ആ രീതിയിൽ അവരും ഇടപെടുക, ആ രീതിയിൽ തന്നെ നമ്മൾ അവരോടും പെരുമാറാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പടച്ച തമ്പുരാൻ കൊടുത്ത ഈ ഒരു ബന്ധമുണ്ടല്ലോ, ആ ബന്ധത്തിലൂടെ കിട്ടേണ്ട കുറേ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളാണ് പുതിയ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ മൂല്യങ്ങൾ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങളൊന്നും അവർക്ക് അറിയാതെ പോകുന്നത്. 67 വയസ്സുള്ള ഒരു ഉപ്പയെയും അവരുടെ ഒരു 61ഓളം പ്രായമുള്ള ഉമ്മയെയും ഒരിക്കൽ ഇതുപോലെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരോട് കൗൺസിലിംഗ് തന്നെ ആയിരുന്നു. ഉപ്പയെയും മാറ്റി നിർത്തിയിട്ട് ഉമ്മയും മക്കളും കൂടി അങ്ങോട്ട് ഒന്നായതാണ്. പിന്നെ ഉപ്പക്ക് റോളൊന്നുമില്ല കുടുംബത്തിൽ. മകനോടൊക്കെ വിളിച്ചു പറയാണ് ഗൾഫിലേക്ക് ഇനി പൈസ അയക്കണ്ടെന്ന്. ഉപ്പൻ്റെ അടുത്ത് ഇനി പൈസ അയക്കണ്ട, ഉപ്പ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുകയാണ്, ഉപ്പൻ്റെ കുടുംബം നോക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ ഒരു പ്രായം എത്തുമ്പോൾ ഒരു ഭാര്യയെ, ഒരു പെണ്ണിനെ അവർ കല്യാണം കഴിച്ച് ജീവിതത്തിലേക്ക് കൂട്ടി എന്ന് വിചാരിച്ചിട്ട് അവർക്ക് അവരുടെ കുടുംബം വേണ്ടേ? അവരുടെ ഉമ്മയും ബാപ്പയും പെങ്ങന്മാരും എല്ലാവരും ആദ്യം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് തുടർന്ന് അങ്ങോട്ട് അവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് അവരെ സഹായിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരുടെ കൂടെ ചേരുകയും അവരുടെ വീടകങ്ങളിൽ പോവുകയും ഒക്കെ ചെയ്യണം. നിങ്ങൾക്കറിയോ, ഏറ്റവും കൂടുതൽ ഒരു ഭർത്താവ് ഇഷ്ടപ്പെടുന്നത് എങ്ങനെയുള്ള ഭാര്യയായിരിക്കും എന്നറിയോ? അവരുടെ മാതാപിതാക്കളെക്കുറിച്ച് കുറ്റം പറയാതെ അവരുടെ വീട്ടിലേക്ക് ഇവരുടെ നാത്തൂന്മാർ അതേപോലെയുള്ള കുടുംബക്കാരൊക്കെ കയറി വരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന, ഒരിക്കൽ പോലും ഭർത്താവിൻ്റെ കുടുംബത്തെക്കുറിച്ച് മോശമായി സംസാരിക്കാത്ത ഒരു ഭാര്യയെയാണ് ഏറ്റവും കൂടുതൽ ഒരു ഭർത്താവ് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ. അപ്പം അങ്ങനെയൊക്കെ ആവാൻ ആർക്കൊക്കെ പറ്റും എന്നുള്ളതാണ്. ചില പ്രശ്നങ്ങളും ചൊറിച്ചിലുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്ന് കരുതി അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനൊക്കെ ഉള്ളൊരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ എല്ലാത്തിനും ഇങ്ങനെ കുറ്റം കണ്ടെത്തി തരുമ്പോൾ അതുകൊണ്ട് ശിഥിലമാക്കപ്പെടുന്നത് കുടുംബ ബന്ധങ്ങളാണ്. അവിടെ ഉമ്മയും ഉപ്പയും സ്നേഹമില്ലാത്ത രീതിയിലാകുമ്പോൾ മക്കൾക്കും അത് പ്രയാസമാവും, അവർക്കും അത് സഹിക്കാൻ പറ്റൂല.
അവരും ചില സന്തോഷങ്ങൾ തേടി പുറത്തേക്ക് പോകും. ആ രീതിയിൽ നമ്മൾ ഏത് പ്രായമായി കഴിഞ്ഞാലും അവരുടെ കുടുംബത്തെ ആദ്യം എങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിരുന്നുവോ കഴിവിൻ്റെ പരമാവധി ആ രീതിയിലൊക്കെ ചെയ്തു കൊടുക്കാനുള്ള സാഹചര്യം ഭാര്യമാരുണ്ടാക്കി കൊടുക്കുക വേണ്ടത്. ഭർത്താവ് എന്താ ചെയ്തതെന്നറിയോ? ഭർത്താവ് ഭാര്യ ഇങ്ങനെ മക്കളോട് വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഭർത്താവ് എന്ത് ചെയ്തു? ഭാര്യയ്ക്ക് വീട്ടിലേക്ക്, മക്കളൊന്നുമില്ല, ഒക്കെ ഗൾഫിലും മറ്റിടങ്ങളിലാണ്, ഭാര്യയ്ക്ക് ഒന്നും കൊണ്ടുപോയി കൊടുത്തില്ല. 15 ദിവസം ആ വീട്ടിലേക്ക് ഒരു ഭക്ഷണ സാധനവും കൊണ്ടുപോയി കൊടുത്തില്ല. പിന്നെ ഭാര്യ അയൽപ്പക്കത്ത് നിന്നും മറ്റിടങ്ങളിൽ നിന്നൊക്കെ ഭക്ഷണം അതും ഇതൊക്കെ വാങ്ങി കൊണ്ടുപോയി കൊടുത്തൊക്കെ കഴിക്കുകയൊക്കെ ചെയ്ത്. പക്ഷെ ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നേരത്തെ സ്വാഗതത്തിലോ അധ്യക്ഷ ഭാഷണത്തിലോ എവിടെയോ സൂചിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അത് സ്ട്രൈക്ക് ചെയ്തു. അസറിന് ശേഷം തുടങ്ങിയിട്ടുള്ള ഈ സെഷന് ഒരു രാത്രിയാണ് തീർന്നത്. പക്ഷെ ഇതിൻ്റെ ഇടക്ക് തൊട്ട് മുന്നിൽ തന്നെ പള്ളിയാണ്. ആ പള്ളിയിലേക്ക് ജമാഅത്തിന് കൃത്യമായി ഈ ഉമ്മയും ഉപ്പയും, ഈ ഭാര്യയും ഭർത്താവും പോകുന്നുണ്ട്. മഗ്‌രിബിന് ഞാനും ഈ ഭാര്യയും ഈ ഉപ്പയും ഒരുമിച്ചാണ് അവിടേക്ക് പോയത്. 5 വക്തും കറക്റ്റായിട്ട് പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നമസ്കരിച്ച് സുന്നത്തും നമസ്കരിച്ചിട്ടാണ് ഇവർ വരുന്നത്. എല്ലാ ദിവസവും ഇവരുടേത് ഇങ്ങനെയാണ്. എന്നിരുന്നാലും മനസ്സിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. അപ്പം റബ്ബിൻ്റെ മുന്നിൽ പോവുകയും സുജൂദ് ചെയ്യുകയും വുളു എടുക്കുന്നത് മുതൽ തന്നെ തുടങ്ങുന്നുണ്ട് ശുദ്ധീകരണം. ഓരോ അവയവങ്ങൾ ശുദ്ധീകരിച്ച് നമസ്കാരത്തിലുള്ള പ്രാർത്ഥനകളുടെയൊക്കെ പവർ എത്രത്തോളം. സുജൂദൊക്കെ ചെയ്ത് പ്രാർത്ഥന കഴിഞ്ഞ് നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടും ഇതിൻ്റെ ബാക്കി ഇങ്ങനെ തന്നെ തുടരാണ്. കച്ചറയും പ്രശ്നവും അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. അപ്പം എവിടെയാണ് ഇത് കയറിയിട്ടുള്ളത്? ഇത് എല്ലിലേക്കും മജ്ജയിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു പുസ്തകത്തിൽ വായിച്ച കാര്യം പറയാണ്. ഒരുപാട് പഴയ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മളാരും അവിടെ എത്തിയിട്ട് വേണം അമ്മായിമ്മനൊന്ന് ഭരിക്കാൻ, അല്ലേ, നാത്തുമാരെയൊക്കെ ഒന്ന് അടക്കി നിർത്താൻ എന്നൊന്നും കരുതിയിട്ടല്ല ഒരു പുതുപെണ്ണും ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയും സന്തോഷത്തോടു കൂടിയൊക്കെയാണ് കയറി ചെന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ ചില സംഭവങ്ങളും ചില സാഹചര്യങ്ങളും അവൾക്ക് യോജിക്കാത്തതായിട്ട് മാറുകയും ചിലപ്പോഴൊക്കെ അവൾ പൊരുത്തപ്പെട്ടിട്ടും അവിടെ വീണ്ടും വീണ്ടും അത് അരങ്ങേറുകയും ചെയ്യുമ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റാതെയാണ് ചില പൊട്ടിത്തെറികളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ പടച്ചോൻ നമ്മോട് ക്ഷമിക്കാനല്ലേ പറഞ്ഞത്? ഇന്നല്ലാഹു മഅസ്വാബിരീൻ. പടച്ചോൻ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അപ്പോൾ വായിച്ച് കേട്ടത് എങ്ങനെയാണ്? ഒരു കെമിസ്ട്രി പ്രൊഫസർ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ് റൂമിലേക്ക് ഇങ്ങനെ വരിക. ഈ പ്രൊഫസർ ക്ലാസ് എടുക്കുമ്പോൾ എന്നും വെറൈറ്റി ആയിട്ടാണ് ക്ലാസ് എടുക്കുക. എന്തെങ്കിലുമൊക്കെ ഗുലുമാൽ കാട്ടിക്കൂട്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ തിയറി പഠിപ്പിക്കുക. അപ്പോൾ അന്ന് വന്നപ്പം പ്രൊഫസറുടെ കയ്യിലുള്ള ഗ്ലാസ്സിൽ ഒരു വലിയ ഗ്ലാസ് നിറയെ പാലാണ്, നല്ല ഫ്രഷ് പാല് ഗ്ലാസ് നിറയുണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള 2ാമത്തെ ഹവറായതുകൊണ്ട് അത്യാവശ്യം ദാഹം എല്ലാ കുട്ടികൾക്കും ഉണ്ട്. എല്ലാവരും ദാഹിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ഗ്ലാസ് നിറയെ ഇങ്ങനെ പാൽ ഇങ്ങനെ കൊണ്ടുവന്നു ടേബിളിൽ വെച്ചു. ഇന്നിപ്പോൾ എന്തായിരിക്കും എന്ന് കരുതി എല്ലാവരും ഇങ്ങനെ നോക്കുക. ഇദ്ദേഹം ഈ ഗ്ലാസ് പാലുമായിട്ട് ഇങ്ങനെ ചെന്നു. കെമിസ്ട്രി ക്ലാസ് റൂം ആയതുകൊണ്ട് തന്നെ വാഷ് ബേസൊക്കെ ഉണ്ട് ക്ലാസ്സിൽ തന്നെ, റൂമിൽ തന്നെ. അദ്ദേഹം ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ ഒരു ഗ്ലാസ് പാല് മുഴുവനായിട്ട് ആ ബേസിനിലേക്ക് ഇങ്ങനെ ഒഴിച്ചു. അപ്പോൾ അത് അവസാനത്തെ തുള്ളിയും ഇങ്ങനെ ഒഴിക്കുമ്പോഴേക്കും കുട്ടികളിങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുക, അത് മുഴുവൻ ഒഴിക്കോ എന്നുള്ള ഒരു അവർക്ക് വല്ലാത്തൊരു ദാഹമുണ്ട്, ഇഷ്ടമുണ്ട്. എന്താ ചെയ്യുന്നത് ഇദ്ദേഹം? ഇനിയിത് എന്താ ഇയാൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് അവർ നോക്കുന്നത്. ഫുൾ ഒഴിച്ചു അവസാനത്തെ ഉറ്റു ആ ഡ്രോപ്പും കൂടി അതിലേക്ക് ഉറ്റിച്ചിട്ട് തിരിച്ച് കൊണ്ടുവച്ചു. ഗ്ലാസ് ഇങ്ങനെ കൊണ്ടുവച്ചു. എന്താ എന്ന് വെച്ചു. അപ്പോൾ എല്ലാവരും ഒന്നുമില്ല. ആർക്കെങ്കിലും വേണമായിരുന്നോ? പാൽ ആർക്കെങ്കിലും വേണമായിരുന്നോ? ആ വേണമായിരുന്നു. പോയി എടുത്തോളൂ. എടുക്കാൻ പറ്റുമോ? അതിന് ഇനിയിപ്പോൾ ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ ആ വേസ്റ്റ് ടാങ്കിലേക്ക്, അതല്ലെങ്കിൽ മണ്ണോട് ചേർന്ന് പോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ്. അതെനിക്ക് അന്ന് അങ്ങനെ പറയായിരുന്നു. അവൾ അങ്ങനെ അത് പറഞ്ഞതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ചെയ്യായിരുന്നു, അത് അങ്ങോട്ട് പോയിട്ടല്ലേ, അതുണ്ടായിട്ടല്ലേ, നിങ്ങൾ അങ്ങനെ ഒരു പ്രയാസം നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്ക് വന്നത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചികഞ്ഞ് എടുത്തത് കൊണ്ട് അതിനി നേരെ പോലെ സംഭവിക്കണമെന്നില്ല. അതിനി നേരാൻ വണ്ണാവോ? ആദ്യത്തതുപോലെ തന്നെ അത് സംഭവിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ കഴിഞ്ഞ കാര്യങ്ങളെ മറക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. അതിന് നമുക്ക് പറ്റുന്നുണ്ടോ?
ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ രക്ഷപ്പെട്ടു. അത് ഞാൻ ഒരിക്കലും മറക്കൂല കേട്ടോ. അവൾ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞത്, അത് മാത്രം, വേറെ എന്തും എനിക്ക് ഓക്കെയാണ്, അത് മാത്രം എനിക്ക് കഴിയില്ല. അല്ല, ഇങ്ങനെ ഒരു വർത്താനമുണ്ട് നമുക്കിടയിൽ. ഇതൊക്കെ കുടുംബങ്ങളെ തകർക്കുന്ന സംഗതികളാണ്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതങ്ങോട്ട് പറഞ്ഞു. അത് ആർക്കോ വേദനാവോ പ്രയാസമാവോ സങ്കടമാവോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത്, എനിക്ക് എന്താണോ പറയാൻ തോന്നിയത് ആ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഇതൊരു നല്ല പറച്ചിലാണോ? ഇതൊരു നല്ല സംസാരമാണോ? അല്ല. അപ്പോൾ അവനവന് പിന്നെ നമ്മളെടുത്ത് എന്ത് തെറ്റുണ്ടെങ്കിലും നമ്മൾ റബ്ബിൻ്റെ മുന്നിൽ കുമ്പിട്ട് ഇങ്ങനെ പൊറുക്കലിനെ തേടുന്നുണ്ട്. റബ്ബ് നമുക്ക് പുറത്ത് തരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം മഹാനായ ഈ ലോകത്തെ പരമാണു മുതൽ പരകോടി വരെ സൃഷ്ടിച്ച് സംവിധാനിച്ച പടച്ച തമ്പുരാൻ വെറുമൊരു മനുഷ്യജീവി മാത്രമായി ഒരുപാട് ജീവികളിൽ, എണ്ണപ്പെട്ട ജീവികളിൽ ഒരു ജീവിയായ മനുഷ്യന് പുറത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യന് പുറത്തു കൊടുത്തുകൂടാ? അപ്പം ചിലയിടങ്ങളിലൊക്കെ ഒന്ന് താഴുന്നത് കൊണ്ടോ പൊറുക്കുന്നത് കൊണ്ടോ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളെയൊക്കെ മനസ്സിലിരുത്തി എല്ലാം മറക്കാനുള്ളതിനെയൊക്കെ മറന്ന് ഓർക്കേണ്ടതിനെ ഓർത്തെടുത്ത് കാതലായ ജീവിതം ജീവിക്കാൻ നമുക്ക് പറ്റണം. അതിൽ വിശ്വസിക്കണം, പരിശുദ്ധ ഖുർആൻ അറിയണം, അല്ലാഹുവിൽ വിശ്വസിക്കണം, അമൽ സ്വാലിഹാത്ത് ചെയ്യണം, നന്മയുള്ള കർമ്മങ്ങൾ ചെയ്യണം, മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുകയും വേണം. ഇതാണ് ചിലയിടങ്ങളിലൊക്കെ പ്രയാസം ഉണ്ടാക്കുന്നത്. ഞാൻ നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, എൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്, അതിനുള്ള ശമ്പളവും വാങ്ങി വീട്ടിലേക്കുള്ള അരിയും മീനും വാങ്ങി ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, ആർക്കൊരു ഗുണമില്ല, ആർക്കൊരു ദോഷമില്ല. അങ്ങനെയായാൽ പോരാ ഒരു മുസ്ലിം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മുടെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും. ക്യാമ്പസുകളിൽ ഇക്കണ്ട ലിപ്സ്റ്റിക്കും മറ്റു പലതും അവർ ഉപയോഗിക്കുന്നത് കൊണ്ട് അത് മതം തന്നെ അതിനെതിരാണ്, നമ്മുടെ നിയമങ്ങൾ അതിനെതിരാണ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അത് ബേസിക്കാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് എത്രത്തോളം മാരകമാണ് എന്നുള്ളതും കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കുക. എല്ലാത്തിനും എന്തായാലും മതം നമ്മളെടുത്ത് നിഷ്കർഷിച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കും ശാസ്ത്രീയമായ വശം കൂടി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മുടെ സ്കൂളുകളിലൊക്കെ, ചില സ്കൂളുകളിലൊക്കെ ബോയ്സിൻ്റെ മൊബൈൽ തിരയാൻ വേണ്ടി ബാഗ് എടുത്തപ്പോൾ പിന്നെ പെൺകുട്ടിക്ക് വിഷമാവേണ്ടെന്ന് വിചാരിച്ച് അവരുടെ ബാഗും കൂടി തപ്പി. പക്ഷേ കിട്ടിയത് കുറച്ച് ഫോണായിരുന്നു, ഒരു കൂമ്പാരം മേക്കപ്പ് സാധനങ്ങളായിരുന്നു. ഇതെല്ലാം കൂടി എന്താ ചെയ്യാന്നറിയാതെ അധ്യാപകർ കുഴങ്ങാണ് അല്ലേ. അപ്പോൾ അവിടെ ശരിക്ക് ഒരു ഇത്തരത്തിലുള്ള മേക്കപ്പൊക്കെ ഇട്ട് നടക്കുന്ന ഒരു പെൺകുട്ടി, നമ്മുടെ വീട്ടകങ്ങളിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു പെൺകുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, മോളെ നീ ഈ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണെന്നറിയോ? എന്താ? ഐ ആം അവൈലബിൾ, ഞാൻ ഇവിടെ റെഡിയാണ്, എന്നെ നോക്കിക്കോ, ഞാനിതാ വളരെ സുന്ദരിയായിട്ട് അട്രാക്റ്റീവായ തരത്തിൽ ഇതാ നടക്കുന്നു, ഐ ആം അവൈലബിൾ, യു ക്യാൻ ലുക്ക് അറ്റ് മീ, നിനക്കെന്നെ നോക്കാം, നിനക്കെന്നെ അനുഭവിക്കാം എന്നുള്ള രീതിയിൽ. ഈ ഒരു സംസ്കാരം തന്നെയല്ലേ കൊടുക്കുന്നത്, അല്ലാതെ അവൾക്ക് സ്വന്തം കാണാനാണോ? അല്ല. അപ്പോൾ എത്ര കുട്ടികൾ നമ്മുടെ വീടകങ്ങളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവൾക്കും അവളുടെ കൂട്ടുകാരികൾക്കും ഒക്കെ ഇതിൻ്റെ വശങ്ങൾ പറഞ്ഞു കൊടുക്കുക, നന്മ ചെയ്യുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് പിന്നെ സന്ദർഭത്തിന് പറയാണ്, ഇത് കുറഞ്ഞ വിലക്കൊക്കെ അവൈലബിൾ ആയ ഇത്തരം പ്രൊഡക്റ്റുകൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം വലിയ നല്ല വിലൻ്റെ ഒന്നും ഇവർക്ക് വാങ്ങാൻ പറ്റൂലല്ലോ. പിന്നെ ഇതിനനുസരിച്ച് ടെമ്പറേച്ചറിലൊക്കെ സൂക്ഷിക്കണം. ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ താഴ്ന്ന ടെമ്പറേച്ചറിലും അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ സൂക്ഷിക്കേണ്ട സാധനങ്ങളാണ്. അതോടൊപ്പം തന്നെ എല്ലാ സമയത്തും നമ്മുടെ ചുണ്ടിൽ ഇങ്ങനെ ഒരു കോട്ടിങ് ഉണ്ടാകുമ്പോൾ ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ചുണ്ടുകളിലൊക്കെ, അതൊക്കെ അടയപ്പെടുകയും പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് അതിൻ്റെ ഇൻഫെക്ഷനൊക്കെ വരികയൊക്കെ ചെയ്യും. കുറേ കാര്യങ്ങളുണ്ട്. പഠിക്കുക, പഠിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നന്മ പറഞ്ഞു കൊടുക്കുക, തിന്മ കാണുമ്പോൾ തടയുക. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ ഒരു കൂട്ടം ആൾക്കാരെ കുരങ്ങന്മാരാക്കിയത് പറയുന്നുണ്ടല്ലോ അല്ലേ. അപ്പം അവിടെ ശരിക്കും നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ ജീവിതം ഇതുവരെ ജീവിച്ചത് ശരിയാണോ എന്നുള്ളത് സംശയമാവും. കാരണം അവിടെ പറഞ്ഞപ്പോൾ മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞു അല്ലേ. മീൻ പിടിക്കരുത് എന്ന് കൽപ്പിച്ചപ്പം അതിൽ 3 കൂട്ടരുണ്ടായിരുന്നു. 1 ആ തെറ്റ് ചെയ്തവർ, 2 ആ തെറ്റ് ചെയ്തപ്പോൾ ഒന്നും പറയാത്തവർ, 3 ആ തെറ്റ് ചെയ്തപ്പോൾ തടഞ്ഞവർ. ഇതിലാദ്യത്തെ 2 വിഭാഗമാണ് എന്ത് ചെയ്തത്?
ശിക്ഷക്ക് വിധേയമായത്. അതിലാരുണ്ട്? ചെയ്തവരുണ്ട്, ചെയ്തപ്പം ഒന്നും പറയാത്തവരുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അത് ഇനി പോലല്ലേ, ഓലങ്ങനെ കഴിച്ചോട്ടെ, നമുക്കിപ്പോൾ മരണത്തിന് ശേഷം അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഓല് കഴിക്കണേന് ഇനിയിപ്പോൾ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കിച്ചു കൊടുക്കുക. ഒരുപാട് തെറ്റുകൾ സമൂഹത്തിൽ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വന്തം കാര്യം മാത്രം ചെയ്ത് നന്മയിലൂടെ ജീവിക്കാമെന്ന് കരുതിയാൽ അത് യഥാർത്ഥ ജീവിതമാകില്ല എന്നുള്ളതാണ്. ഒരു സത്യവിശ്വാസി യഥാർത്ഥത്തിൽ അവർ ജീവിക്കാൻ തുടങ്ങിയാൽ, പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവർക്ക് വിശ്രമം ഉണ്ടാവില്ല. ഞാൻ ഒരുപാട് പഠിച്ചിട്ടും ഒന്നും ആയിട്ടില്ലല്ലോ എന്ന് കരുതി ഒരു വിഷമം വേണ്ട. ഒരു മനുഷ്യനായി, ഒരു സത്യവിശ്വാസി, ഒരു മുസ്ലിമായി നമ്മൾ ജീവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാമാണ്. നമ്മളുടെ ഡ്യൂട്ടി, ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കുന്നോളമാണ്. ഓരോ സന്ദർഭങ്ങളിലും ഓരോ നിമിഷങ്ങളിലും നന്മ ചെയ്യുകയും മറ്റുള്ളവരെ നന്മയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. മരണം, ആ ഒരു ചിന്ത എല്ലാവരുടെ ഇടയിലും വേണം. പക്ഷേ സത്യവിശ്വാസികൾ മരണത്തെ ഓർക്കേണ്ടത് സങ്കടപ്പെട്ടുകൊണ്ടല്ല, മറിച്ച് ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനമാകുന്ന ആ ഒരു മുഹൂർത്തം ഏറ്റവും മനോഹരമാക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ്. അങ്ങനെ കഠിന പ്രയത്നം ചെയ്ത് നമ്മുടെയൊക്കെ ആ സമയം ഏറ്റവും സുന്ദരമാക്കുവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമ്മെ ഏവരെയും തുണക്കുമാറാകട്ടെ. ഈ ഒരു കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും സംഭവിച്ചു പോയ അറിഞ്ഞും അറിയാതെയുമായിട്ടുള്ള എല്ലാ തരം തെറ്റുകളും പടച്ച തമ്പുരാൻ വിട്ടുപുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്നും വേർപെട്ടു പോയ, നമ്മളെ ഈ തരത്തിലാക്കി മാറ്റിയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സംഘടനാ പ്രവർത്തകർ, നാട്ടിലെ ഉയർന്ന എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിച്ചിരുന്നവർ, എല്ലാവർക്കും റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമുക്കും അവർക്കും അവൻ്റെ സ്വർഗീയ പൂന്തോപ്പ് കരസ്ഥമാക്കി തരുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.